ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന കടുത്ത പീഡനങ്ങളെയും നീതി നിഷേധത്തെയും കുറിച്ച് റഹീം എംപിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ബജ്രംഗ് ദൾ ക്രിമിനലുകൾ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയും അവരുടെ ഇന്ത്യൻ പൗരത്വം ചോദ്യം ചെയ്യുകയും ചെയ്തതായി റഹീം പറഞ്ഞു. നീയൊക്കെ വിദേശത്തു നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയവ് കൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു. ഇന്ന് സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വാക്കുകൾ പറയുമ്പോൾ കന്യാസ്ത്രീകൾക്ക് വാക്കുകൾ മുറിഞ്ഞെന്നും കണ്ണുകൾ നിറഞ്ഞെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് 19 വയസ്സുകാരനായ ആദിവാസി യുവാവ് സുഖ്മയ് മണ്ഡവിയെ ബജ്രംഗ് ദൾ ക്രിമിനൽ സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നും 2 പെൺകുട്ടികൾക്കും മർദ്ദനം കിട്ടിയപ്പോഴും പോലീസ് നിസ്സംഗരായി നിന്നെന്നും റഹീം ആരോപിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് പറയുന്ന BJP മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിയമപാലകരുടെ മുന്നിൽ ഗുണ്ടായിസം അരങ്ങേറിയതിൽ അദ്ദേഹം അത്ഭുതവും പ്രകടിപ്പിച്ചു. രോഗങ്ങളുള്ള കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കട്ടിൽ പോലും നൽകിയില്ലെന്നും റഹീം ചൂണ്ടിക്കാട്ടി. മോദിയുടെ ഇന്ത്യയുടെ നീതി നിഷേധത്തിന്റെയും ക്രിസ്ത്യൻ വേട്ടയുടെയും നേർക്കാഴ്ചയാണിതെന്നും കൊടും ക്രിമിനലുകൾക്കൊപ്പം ദുർഗ് സെൻട്രൽ ജയിലിൽ തിരുവസ്ത്രം ധരിച്ച് 2 മാലാഖമാർ എന്ന അവസ്ഥ ഭീകരമാണെന്നും റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയുണ്ടായി. കന്യാസ്ത്രീകളെ കാണാനായി ഛത്തീസ്ഗഡിലെ റഹീം അടങ്ങുന്ന ഇടത് എംപിമാരുടെ സംഘത്തിന് ജയിൽ അധികൃതർ സന്ദർശനാനുമതി നിഷേധിച്ചു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചതെങ്കിലും അപേക്ഷ ഇമെയിലായി നൽകിയതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചപ്പോൾ അധികൃതർ നിലപാട് മാറ്റിയെന്നും റഹീം വെളിപ്പെടുത്തി. കന്യാസ്ത്രീകളെ കാണാതെ മടങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസ് MP KC വേണുഗോപാലും BJPക്കെതിരെ രംഗത്തെത്തി. സത്യം പുറത്തു വന്നിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയതിനാണ് കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തതെന്ന് ആവർത്തിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. FIR നിലവിലിരിക്കെ മുഖ്യമന്ത്രി ഇവരുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നത് നീതി നിഷേധമാണെന്നും അദ്ദേഹം ചോദിച്ചു. യുവതികളെ ജോലിക്ക് കൊണ്ടുപോകാനുള്ള രേഖകൾ കന്യാസ്ത്രീകൾ ഹാജരാക്കിയിട്ടും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് പോലും ഇതിൽ പങ്കുണ്ടെന്ന് അതിശയിക്കാനില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. തന്റെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ സ്ഥാപനമാണെന്നും അവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വിമർശിച്ച വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ കത്തിനും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് ശേഷവും സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും പറഞ്ഞു. നീതി നടപ്പാക്കുന്നത് വരെ കോൺഗ്രസ് പിന്നോട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. കേരളത്തിലെ BJP അധ്യക്ഷന്റെ പ്രസ്താവനയും വേണുഗോപാൽ പരിഹസിച്ചു. കന്യാസ്ത്രീകളുടെ വിഷയം അവതരിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് പ്രതിനിധി അയച്ചുവെന്നും അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇവരുടെ വാദങ്ങൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നതെങ്കിൽ അതിശയിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വഴി കണ്ടതാണെന്നും അവർക്കൊരു യുവതിയെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ എളുപ്പമാണെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ വകുപ്പോ ജോർജ് കുര്യനോ ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനാവില്ലെന്നും വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾക്കപ്പുറം കേരളത്തിലെ BJP നേതാക്കൾക്ക് ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.